എന്തു പറ്റി മോളെ? മുഖമല്ലാതെ. രാത്രിയിൽ മെസ്സിലിരിക്കുമ്പോൾ അരികിലായിരുന്ന് സരിത ചോദിച്ചു. ഒന്നുമില്ല ചേച്ചി, മനസ്സിന് നല്ല സുഖമില്ല, എന്തോ ഒരു വിഷമം. ആണോ? എന്താ അത്? ചേച്ചിയോട് പറ, നമുക്ക് പരിഹാരം കണ്ടെത്താം. അവൾ തല താഴ്ത്തിയിരുന്നു. ഫുഡ് കഴിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ സരിത സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. മോൾക്ക് എന്തും എന്നോട് പറയാം. ഈ നക്ഷത്രക്കുട്ടിയുടെ ചേച്ചിയാ ഞാൻ, അല്ലേ? കണ്ണുകൾ ചുവന്ന് കലങ്ങുമ്പോൾ അവരുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. എന്താ മോളെ? തലമുടിയിൽ തഴുകിക്കൊണ്ട് സരിത ചോദിച്ചു. എനിക്ക് ഒരു ചേച്ചിയുണ്ട്, പക്ഷേ എന്നെ സ്നേഹിച്ചിട്ടില്ല. ഞാൻ കരയുന്നത് കാണാൻ ചേച്ചിക്ക് ഇഷ്ടമാണ്. എല്ലാവരും എന്നെ വേദനിപ്പിക്കുക, പേടിയാവുക. അതിനുവേണ്ടി ഇപ്പം എന്താ ഉണ്ടായത്? കോളേജിൽ എന്തേലും പ്രശ്നമുണ്ടോ? അവളെ ചേർത്ത് പിടിച്ച് പടിക്കെട്ടിലിരുന്നു. അത് അവളൊന്ന് വെക്കി പറയും മോളെ. ആ തള്ളിയിട്ട പയ്യൻ വീണ്ടും മോൾ എന്തേലും പറഞ്ഞോ? ഇല്ല, ആദർശിനെ കുറിച്ച് പറഞ്ഞു നിർത്തി. 1.5 ലക്ഷം രൂപയുടെ ഫോണാണ് ഞാൻ കാരണം. ആ ചേട്ടൻ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. ഇന്ന് ചോറ് വാരി തന്നു. പക്ഷേ എന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടത്? സരിത ചിരിച്ചു. നല്ല പയ്യനല്ലേ? ഇതേവരെ മോശമായി ഒന്നും പറഞ്ഞില്ലല്ലോ. നല്ല ചേട്ടനാ, സ്നേഹമാ എന്നൊക്കെ മോള് തന്നെ പറയുന്നു. പിന്നെന്തിനാ പേടി? നക്ഷത്രയുടെ താഴ്ന്ന മുഖം തനിക്ക് നേരെ ഉയർത്തി. ഇഷ്ടപ്പെട്ടു പോകും എന്ന് പേടിയുണ്ടോ? സംശയത്തോടെ ചോദിച്ചു. എൻ്റെ അപ്പ, ഞാനും കൂടി വേദനിപ്പിച്ചാൽ താങ്ങാൻ ആ സാധു മനുഷ്യന് കഴിയില്ല. തളർന്നു വീണു പോകും. എൻ്റെ അപ്പയെ എനിക്ക് നഷ്ടമാകും. എന്നാൽ വേണ്ട, അപ്പയെ വേദനിപ്പിക്കണ്ട. ആ പയ്യൻ ഇഷ്ടം പറയുമ്പോൾ നോ പറഞ്ഞേക്ക്, അതാ നല്ലത്. അവളുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ചേച്ചി. ചുണ്ടുകൾ വിതുമ്പി. സരിതയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കൊച്ചു കള്ളി, ഉള്ളിലെവിടെയോ ഒരു ഇഷ്ടമുണ്ടല്ലേ? ഇഷ്ടമാണോന്ന് എനിക്കറിയില്ല. ആ ചേട്ടനെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നും. അരികിലേക്ക് വരുമ്പോൾ നെഞ്ചു കിടന്ന് പിടയ്ക്കും. അകന്നു പോകുമ്പോൾ വേദനിക്കും. മറ്റാരിലും എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. ഇതാദ്യ. അപ്പയ്ക്ക് ശേഷം എന്നെ സ്നേഹിക്കുന്ന ആള് അതാ ചേട്ടനാ. എൻ്റെ മോളെ, ഇതാണ് പ്രണയം. അവൻ്റെ സ്നേഹം അത് നിനക്കിഷ്ടാ. നീ പോലും അറിയാതെ ഉള്ളിൽ കയറിയ പ്രണയം. നോക്കാം എന്താവുന്ന്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, എല്ലാം ശരിയാകും. അവളെയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടന്നു. അതേ ചേച്ചി, നാളെ ഈവനിങ് കോളേജ് കഴിഞ്ഞ് ഇവിടെ വന്ന് വാർഡനോട് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. അപ്പയെ കാണണം. 1 മാസം ആവാറായി കണ്ടിട്ട്. സന്തോഷത്തോടെ പെണ്ണിൻ്റെ മുഖമൊന്ന് തിളങ്ങി. ശരി, മോള് പോയി കിടന്നു. സരിത മുന്നിലേക്ക് നടന്നു. പിന്നെ ഒന്ന് നിന്നു. മോളെ, നാളെ കോളേജിൽ ചെല്ലുമ്പോൾ അടുത്തേക്ക് ചെല്ലണ്ട, കുറച്ച് അകന്ന് നിൽക്കുന്നതാ നല്ലത്. തല കുലുക്കിക്കൊണ്ട് റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. പപ്പ. സന്തോഷത്തോടെയുള്ള മകൻ്റെ സ്വരം. ആനന്ദുമേനോൻ ചിരിച്ചു. എന്താ പപ്പ ചിരിക്കുന്നേ? കടുപ്പത്തിൽ ചോദിച്ചു. അല്ലടാ മോനെ, എങ്ങനെ ഒപ്പിച്ചു ഈ ഫോട്ടോ? ഇഷ്ടം പറയാതെ ഇത്രയും ക്ലോസ് ആയി. എൻ്റെ പപ്പ, ഞാൻ ബിസിനസ്സുകാരൻ്റെ മോനാ. നല്ല രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തു. ആള് ഒരു പൂച്ചക്കുട്ടിയാ. ചേർത്ത് പിടിച്ചാൽ പേടിയോടെ പതുങ്ങി നിൽക്കും. ആദർശിൻ്റെ ചിരിശബ്ദം ഉയർന്നു. ആദി, പാവമാണ് നീ ചെയ്യുന്നത്. 1.5 ലക്ഷം രൂപ കടം എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ചെറുതാ. പക്ഷേ ആ കൊച്ചിന് അങ്ങനെയല്ല. അതിൻ്റെ നെഞ്ച് കത്തുന്നുണ്ടാവും. വേണ്ടാതി, കുട്ടികളെ നിർത്തിക്കോ. പപ്പയുടെ ഗൗരവം നിറഞ്ഞ സ്വരം. ആദർശ് ചിരി നിർത്തി. നിന്റെ ഇഷ്ടം അത് ഉടനെ തന്നെ പറഞ്ഞേക്ക്. സ്നേഹം കൊടുത്ത് ഇഷ്ടം വാങ്ങിക്ക്. പിടിച്ചു വാങ്ങുന്നത് ഇഷ്ടവും പ്രണയവും ഒന്നുമല്ല. സോറി പപ്പ. അയാൾ കടുപ്പത്തിൽ ഒന്ന് മോളി. ആദി, എനിക്ക് ആളെ അങ്ങ് ഇഷ്ടമായി. ഒരു കുഞ്ഞു നക്ഷത്രം. പക്ഷേ 18 വയസ്സിൻ്റെ വളർച്ച ആ കൊച്ചിനില്ല. ആദർശി ചിരിച്ചു. അത് നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് കൊടുത്ത് പാകപ്പെടുത്തിയെടുക്കാം. എന്താ, എൻ്റെ ആവശ്യമായി പോയില്ലേ? പെട്ടെന്ന് അവൻ ചോദിച്ചു. ഒരു പപ്പയോട് എന്ത് പറയണം പറയണ്ടെന്ന് എൻ്റെ മോൻ ഇതേവരെ മനസ്സിലായില്ല അല്ലേ? ഓഹ് എൻ്റെ പപ്പ, നമ്മൾ പപ്പയും മോനും അല്ല, ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ എന്തും പറയാം. നീ സന്തോഷമായി ഇരുന്നാൽ മതി. പിന്നെ അഞ്ജലി കോളേജിൽ വന്നോ? ഇല്ല പപ്പ, അവൾക്ക് വയ്യാത്രേ. അമലാൻറ്റി എന്നെ വിളിച്ച് പറഞ്ഞതാ. നാളെ മുകുന്ദനും മോളും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ശരി. അഞ്ജലി അവളെ സൂക്ഷിക്കണം. നീ എന്ന മോഹം ഉള്ളിലുള്ളിടത്തോളം കാലം നക്ഷത്രയെ അപായപ്പെടുത്താൻ ശ്രമിക്കും. ശരി പപ്പ. കോൾ കട്ട് ചെയ്തു. വാൾപേപ്പറിൽ ഇമ ചിമ്മാതെ നോക്കി നിന്നു.
വയ്യ പെണ്ണെ, നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നുന്നു. നമുക്കങ്ങ് കല്യാണം കഴിച്ചാലോ? അവളുടെ മുഖമാകെ വിരലോടിച്ചുകൊണ്ട് ചുണ്ടുകൾ ആ ചുവന്ന ചെഞ്ചുണ്ടിൽ ചേർത്തു. ഒന്ന് മുത്തി നിവർന്നു. ഒരു ദിവസം ആദർശ് ഇതിൻ്റെ രുചി അറിയും. കൊതി തീരെ ഫോണിലേക്ക് നോക്കി പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ പ്രണയമെന്ന വികാരം കത്തി പടർന്നു. എടാ ആദർശേ, എന്ത് തീരുമാനിച്ചു? ഇന്ന് അതിനോട് നിന്റെ ഇഷ്ടം പറയൂ. ബുള്ളറ്റിൽ ചാരി ഗേറ്റ് ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നവൻ്റെ തോളിൽ തട്ടി നിതിൻ ചോദിച്ചു. പറയണം, പക്ഷേ നാച്ചു വന്നില്ലല്ലോ. ഇന്ന് എന്താവും ലേറ്റ് ആകുന്നത്? സംശയത്തോടെ കൈത്തണ്ടയിലെ വാച്ചിലേക്ക് നോക്കി. മെർലിൻ്റെ സ്കൂട്ടി ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. ഏയ് ചേട്ടാ! അവൾ അരികിലേക്ക് വരുമ്പോൾ നിതിൻ്റെ മുഖമിരുണ്ടു. എന്താണ് മൂങ്ങക്കുട്ടൻ രാവിലെ പ്രഭാത കർമ്മങ്ങൾ ചെയ്തില്ലേ? മുഖത്ത് ഒരു വിമ്മിഷ്ടം. കളിയാക്കലോടെ അവൾ ചോദിക്കുമ്പോൾ പ്രവീണും വരുണും ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിച്ചു. ആ ഇല്ല, നാളെ മുതൽ നീ വന്നാൽ മതി ചെയ്യിപ്പിക്കാൻ. എനിക്ക് ഒരു വേലക്കാരിയെ വേണമായിരുന്നു. നിതിൻ്റെ കടുത്ത സ്വരം. ശേ പോടാ! അവൾ തല വെട്ടിച്ചു. എന്താ ചേട്ടാ, എന്തുപറ്റി? മുഖമല്ലാതെ. പ്രസാദം തൊടുന്ന ആള് വന്നില്ലേ? അവൻ്റെ നെറ്റിയിലേക്ക് നോക്കി ചോദിച്ചു. നാച്ചു വന്നില്ല. ഇനി വരില്ലേ? സംശയത്തോടെ ആദർശ് നിന്നു. ഇല്ല, വരും. നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ? ഇന്ന് ഈവനിങ് നാട്ടിൽ പോകും എന്ന് പറഞ്ഞിരുന്നു. അമർത്തി മോളി. ആള് പെട്ടെന്ന് വളയില്ല. ചേട്ടൻ ഇത്തിരി കഷ്ടപ്പെടേണ്ടി വരും. ആദർശിൻ്റെ മുഖം ചുളിഞ്ഞു. അപ്പയെ വേദനിപ്പിക്കുന്ന ഒന്നും നക്ഷത്ര ചെയ്യില്ല. ശരിയെന്നാ. മെർലിൻ തിരിഞ്ഞ് നിതിൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ പപ്പ ഒരു ദിവസവും പ്രഭാതകർമ്മം ചെയ്യില്ല അല്ലേ? അവൾ പല്ല് കടിച്ചു പിടിച്ചു. അല്ല, എന്നും മുഖത്തിന് ഒരേ ഭാവമാണ്, അതുകൊണ്ട് ചോദിച്ചതാ. എടാ, എൻ്റെ പപ്പ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ. അവൻ്റെ നേരെ പാഞ്ഞെടുക്കുമ്പോൾ അരികിൽ നിന്ന പ്രവീണും വരുണും ഒരു സൈഡിലേക്ക് മാറി നിന്നു. മെർലിൻ്റെ കൈകൾ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ മുറുകി. നിതിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. എന്താടാ? കടുപ്പത്തിൽ ചോദിച്ചു. എൻ്റെ മെർലിൻ സുന്ദരിയാണ് കേട്ടോ. ദേഷ്യം വരുമ്പോൾ സൗന്ദര്യം കൂടും. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. നിന്റെ മെർലിനോ? ഏത് വകയിൽ? സംശയത്തിൽ ചോദിച്ചു. അത് നിന്റെ അപ്പൻ എൻ്റെ അമ്മായിയച്ഛനാകുന്ന വകയിൽ. അവൻ്റെ ചിരിച്ച മുഖം. അവളുടെ കൈകൾ അയഞ്ഞു. രൂക്ഷമായി നിതിൻ്റെ കണ്ണിലേക്ക് നോക്കി. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്, ഇവിടെ ചിലവാകില്ല. അവനെ പിടിച്ച് പിന്നിലേക്ക് തള്ളിയതും നിതിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു. കൈയെടുക്കടാ! മെർലിൻ ഉറക്കെ പറയുമ്പോൾ ആദർശ് നിതിനെ രൂക്ഷമായി നോക്കി. ഓ എൻ്റെ പൊന്നളിയ, ഇഷ്ടം പറഞ്ഞിട്ട് ഈ പൊട്ടി പെണ്ണിന് മനസ്സിലാകുന്നില്ല. പൊട്ടി നിന്റെ പൊട കഴുതേ. കൂർത്ത കണ്ണോടെ നിതിനെ നോക്കി തിരിഞ്ഞു നടന്നു. ഇത് ഒരു നടക്ക് പോകില്ല അല്ലേ അളിയൻസ്? വരുണിൻ്റെയും പ്രവീണിൻ്റെയും തോളിലേക്ക് ചാരിക്കിടന്ന് നിതിൻ പറഞ്ഞു. എടാ, ദേ വരുന്നുണ്ട്. പക്ഷേ ആദർശിൻ്റെ മുഖം സംശയത്തോടെ ചുരുങ്ങി. അവൾ വിറയലോടെ മുന്നിലേക്ക് നടന്നു. കൃഷ്ണ, വിളിക്കല്ലേ? ചുണ്ടുകൾ പുലമ്പി. നാച്ചു! ഉറക്കെ അവൻ വിളിക്കുമ്പോൾ കണ്ണുകൾ മുറുകെ അടച്ചു പിടിച്ചു. ദൈവമേ, ഞാനിനി എന്താ പറയുക? പതിയെ തിരിഞ്ഞ് ആദർശിനെ നോക്കി. അവന് അരികിലേക്ക് വന്നു. എന്തു പറ്റി? ക്ഷേത്രത്തിൽ പോയില്ലേ? ശാന്തമായ സ്വരം. അവൾ തല ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി. എന്നെ വിട്ടേക്ക്, എനിക്ക് പറ്റില്ല, ഒന്നിനും പറ്റില്ല, വിക്കലോടെ പറഞ്ഞു. നിതിനും പ്രവീണും വരുണും ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കി. ശരിയല്ല, ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോവാം. ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് നക്ഷത്രയ്ക്ക് അരികിലായി ചേർന്ന് നിന്നു. ഞാൻ ചോദിച്ചതിന് എനിക്ക് ഉത്തരം വേണം. കടുപ്പിച്ച് പറയുമ്പോൾ പേടിയോടെ അവളൊന്ന് വിറച്ചു. എനിക്ക് പ്രസാദം തൊട്ടു തരണം ഇപ്പോൾ, ഈ നിമിഷം. വാശിയോടെ പറയുന്നവനെ തല ഉയർത്തി നോക്കി. ആദർശിൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു. വിളറി വെളുത്ത് ക്ഷീണം തങ്ങി നിൽക്കുന്ന മുഖം. എന്താ നാച്ചു, പനിയാണോ? വലത് കൈ അവളുടെ നെറ്റിത്തടത്തിലേക്ക് ചേർക്ക് മുന്നേ നക്ഷത്ര ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്നു. പാടില്ല. പതിഞ്ഞ സ്വരം. എന്ത്? ആദർശ് പെട്ടെന്ന് ചോദിച്ചു. എനിക്ക്. അവൾ നിന്ന് വെക്കി. തല താഴ്ന്നു. കൈകൾ ദാവണി ഷോളിൽ മുറുകി. എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, അതാ. ഓ സോറി. എന്നാ എൻ്റെ കുഞ്ഞു നക്ഷത്രം ക്ലാസ്സിൽ പോകാൻ നോക്ക്. ഒരുപാട് നേരം നിൽക്കണ്ട.
ഒന്ന് മൂളിക്കൊണ്ട് ആദർശിൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്താ? തല വിലങ്ങനെ ചലിപ്പിച്ച് തിരിഞ്ഞു നടന്നു. മുകുന്ദൻ്റെ കാറ് വീട്ടിന് മുന്നിൽ നിർത്തി. ഹോസ്പിറ്റലിൽ പോയവർ എന്താ നേരത്തെ? ഇനി പോയില്ലേ? കിച്ചണിൽ നിന്ന് അമല പെട്ടെന്ന് പുറത്തേക്ക് വന്നു. മെയിൻ ഡോർ തുറന്നു. അങ്ങോട്ട് മാറു തള്ളേ. ദേഷ്യത്തോടെ അമ്മയെ തള്ളി മാറ്റി അകത്തേക്ക് കയറി. അമല മുകുന്ദൻ്റെ വിളറി വെളുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കി. അയാൾ തളർച്ചയോടെ സെറ്റിയിലിരുന്നു. നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല. ദേഷ്യത്തോടെ തല താഴ്ത്തി ചുവരിൽ ചാരി നിൽക്കുന്ന അഞ്ജലിയെ നോക്കി ഉറക്കെ പറഞ്ഞു. പാപ്പ, ഞാൻ അറിയാതെ. അവൾ വിക്കലോടെ തല താഴ്ത്തി. എന്തറിയാതെ? ഞാൻ കരുതി ഒരു ചെറിയ അബദ്ധമല്ലേന്ന്. പക്ഷെ അല്ല, അതിനു മേലേക്ക് കടന്നു കഴിഞ്ഞു അല്ലേ? ദേഷ്യം കൊണ്ട് അയാൾ നിന്ന് വിറച്ചു. എന്താ അഞ്ജു, ഡോക്ടർ എന്താ പറഞ്ഞേ? വെപ്രാളത്തോടെ അമല ചോദിച്ചു. അയാൾ സെറ്റിയിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്ത്? ഒന്നുമില്ല. അമലയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞ് അഞ്ജുവിനെ ചേർത്ത് പിടിച്ചു. മോള് വാ, ഡാഡി പറയട്ടെ. അവളെയും പിടിച്ച് റൂമിലേക്ക് നടന്നു. അമലയുടെ മുഖം ചുളിഞ്ഞു. റൂം വലിയ ശബ്ദത്തിൽ അടഞ്ഞു. ഇത്രയ്ക്കും അറിവില്ലേ അഞ്ജു നിനക്ക്? 3 മാസം ആയതുപോലും അറിയാതിരിക്കാൻ മാത്രം മന്ദബുദ്ധിയാണോ നീ? ദേഷ്യത്തോടെ ബെഡിലിരിക്കുന്ന മകളെ നോക്കി ശബ്ദം താഴ്ത്തി ചോദിച്ചു. എനിക്ക് കൃത്യമല്ല, ഞാൻ അതേപ്പറ്റി ആലോചിച്ചതേ ഇല്ല, അവൾ വിക്കലോടെ പറഞ്ഞു. പിന്നെ എന്തായിരുന്നു ആലോചന? എന്നെക്കൊണ്ട് എന്തേലും പറയിപ്പിക്കരുത്. അയാൾ പല്ല് കടിച്ചു പിടിച്ച് റൂമിൽ ആലോചനയോടെ നടന്നു. ഡാഡി, ഇത് ആദർശ് അറിഞ്ഞാൽ പിന്നെ? അവളൊന്ന് വിതുമ്പി. ഒന്നും ആദർശ് അറിയാൻ പാടില്ല. അമല പോലും അറിയരുത്. പിന്നെ ആ ദീപക്ക്, അവനോട് ഒന്നും പറയരുത്. മൺഡേ മുതൽ കോളേജിൽ പോയി തുടങ്ങിക്കോ. 1 മാസം കഴിഞ്ഞ് നിന്നെ ഇവിടെ നിന്ന് മാറ്റാം. ക്ലാസ് നഷ്ടമാകും. അതിനെ കലക്കി കളയാൻ പറ്റില്ലല്ലോ. അവൾ പതിയെ തലകുലുക്കി. എൻ്റെ ഈശ്വര, ഇതെന്തൊക്കെയാ ഇവർ ചെയ്ത് കൂട്ടുന്നത്? പുറത്ത് ഡോറിൽ ചാരി നിന്ന അമല നെഞ്ചത്ത് കൈവച്ചു. എല്ലാം നശിച്ചു. അച്ഛൻ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിച്ചു. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. എടി, ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാം. നിനക്കുള്ള ലഞ്ച് ഇപ്പോൾ വരും. ചിരിയോടെ മെർലിൻ പറയുമ്പോൾ ആദർശ് ഫുഡുമായി ക്ലാസ്സിലേക്ക് വന്നു. കഴിക്ക്. ലഞ്ച് അവൾക്ക് മുന്നിൽ ടേബിളിലേക്ക് വെച്ചു. എനിക്ക് വേണ്ട. കടുപ്പത്തിലുള്ള നക്ഷത്രയുടെ സ്വരം. ആദർശിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. അവൻ സൈറയെയും മെർലിനെയും നോക്കി. ശരി ചേട്ടാ, പതിയെ പറഞ്ഞ് അവർ പുറത്തേക്ക് നടന്നു. എന്താ വേണ്ടാത്തേ? ദേഷ്യത്തോടെ അവളുടെ വലം കൈയിൽ അമർത്തി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എനിക്കിഷ്ടമല്ല. ഉറപ്പോടെ പറയുമ്പോൾ ആദർശ് ചിരിച്ചു. ഇഷ്ടപ്പെടണ്ട, ഞാൻ ഇഷ്ടപ്പെടും, സ്നേഹിക്കും, കൂടെ കൂട്ടും. ഉറപ്പോടെ പറയുന്നവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല താഴ്ത്തി നിന്നു. നാച്ചൂട്ടി. കൈയിലും ആ കുഞ്ഞു മുഖം വാരിയെടുക്കുമ്പോൾ അവളുടെ ശരീരം ഒന്ന് വിറച്ചു. പേടിയോടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാ ഈ പേടി? നിനക്കാരെയാ പേടി? അത് പറ. അവൻ്റെ കയ്യെ കുടഞ്ഞെറിഞ്ഞ് പിന്നിലേക്ക് മാറി നിന്നു. എനിക്ക് നിങ്ങളെ പേടിയാ, എല്ലാവരെയും പേടിയാ. എന്നെ ശല്യം ചെയ്യരുത്, എന്നാൽ ഞാൻ പഠിത്തം നിർത്തി പോകും, ഉറപ്പിച്ച് അവൾ പറയുമ്പോൾ വേദനയോടെ ആദർശിൻ്റെ ഹൃദയമൊന്ന് പിടച്ചു. ശരി, ഞാനിനി ശല്യം ചെയ്യാൻ വരില്ല. ഇന്നൊരു ദിവസത്തേക്ക് ഈ ഫുഡ് കഴിക്ക്. ആഹാരം പാഴിക്കളയാൻ പാടില്ലല്ലോ. ഇടർച്ചയോടെ പറഞ്ഞ് കാറ്റുപോലെ അവൻ പുറത്തേക്ക് നടന്നു. കൃഷ്ണ, തെറ്റാണോ ചെയ്യുന്നത്? അറിയില്ല. വിശ്വസിപ്പിച്ച് ഒപ്പം ചേർന്നവരെല്ലാം എന്നെയും എൻ്റെ അപ്പയും ചതിക്കുക ചെയ്തത്. പുലമ്പലോടെ സീറ്റിലിരുന്നു. മുന്നിലിരിക്കുന്ന പൊതിയിലേക്ക് നോക്കുമ്പോൾ കണ്ണുകൾ സങ്കടത്തോടെ നിറഞ്ഞു. ഇതിലൊന്നും ആദർശ് തളരില്ല. നിന്നെ എൻ്റെ വരുതിക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും, ഉറപ്പോടെ പറഞ്ഞ് ക്യാൻറ്റീൻ ലക്ഷ്യമാക്കി നടന്നു. കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേയിലേക്ക് നോക്കി ചിരിച്ചു. ആൻറ്റി ഉറക്കെ വിളിച്ചു. മോനെ. മറുവശത്ത് കരഞ്ഞ സ്വരം. എന്താ ആൻറ്റി, എന്തു പറ്റി? അയാൾ ഉപദ്രവിച്ചോ? വെപ്രാളത്തിൽ ചോദിച്ചു. മോനെ, അഞ്ജു പ്രഗ്നൻ്റ് ആണെന്ന്. എന്താ? മുന്നിലേക്ക് നടന്നവൻ ഒന്ന് നിന്നു. അമല എല്ലാം പറയുമ്പോൾ ആദർശ് മൗനമായി. പാവാണ് മോനെ, എന്തെങ്കിലും ചെയ്യണം. ആൻറ്റി വിഷമിക്കേണ്ട, ഇതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അവൻ കോൾ കട്ട് ചെയ്തു. ചുണ്ടിൽ ഊറി വന്ന ചിരിയോടെ ക്യാൻറ്റീന് അകത്തേക്ക് കയറി. കണ്ണുകൾ അവന് വേണ്ടി ഒന്ന് പരതി.
ഹായ് ദീപു ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുമ്പോൾ ദീപകിന്റെ മുഖമൊന്നിരണ്ടു. നീയൊന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആദർശ് ചിരിയോടെ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, നീ നിന്റെ കാര്യം നോക്കി പോ. ദീപക് പല്ല് കടിച്ചു പിടിച്ചു. ഹോ, ദേഷ്യപ്പെടല്ലേ സുഹൃത്തെ, നിന്റെ അഞ്ജലിയുടെ കാര്യം പറയാനാ? വേണേൽ വന്നാ മതി, ഇല്ലേൽ വരണ്ട. ആദർശ് തിരിഞ്ഞു നടന്നു. ദീപക് പെട്ടെന്ന് ചെയറിൽ നിന്നും എഴുന്നേറ്റു. ആദർശിന് പിന്നാലെ നടന്നു. അഞ്ജലിക്ക് എന്താ? വെപ്രാളത്തിൽ ചോദിച്ചു. ആദർശ് തിരിഞ്ഞു നിന്നു. അച്ഛനാകാൻ പ്രായമായി, എന്നാലും നീ ഗോളടിച്ച് കളഞ്ഞല്ലോ. പെട്ടെന്ന് ആദർശ് ചോദിക്കുമ്പോൾ ദീപക് രൂക്ഷമായി അവനെ നോക്കി. നീ എന്നെ കളിപ്പിക്കുവാണോ ആദർശ്? ഉറക്കെ ചോദിച്ചു. അയ്യോ, നിന്നെ കളിപ്പിക്കാൻ ഞാനാളല്ല. അഞ്ജലി അമ്മയായി. ദീപകിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. എന്തേ, സംശയമുണ്ടോ? അച്ഛൻ നീയാണെങ്കിൽ ആ കുഞ്ഞിനെ മുകുന്ദന്റെയും അഞ്ജുവിന്റെയും കയ്യിൽ നിന്ന് രക്ഷിക്കണം. കടുപ്പത്തിൽ പറഞ്ഞ് ആദർശ് ക്യാൻറ്റീനകത്തേക്ക് നടന്നു. ഇന്ന് പോയിട്ട് ഞായർ രാത്രി 7 മണിക്ക് മുന്നേ തിരികെ എത്തണം, കേട്ടല്ലോ? ഹോസ്റ്റൽ വാർഡൻ പറയുമ്പോൾ നക്ഷത്ര തലകുലുക്കി. ശരി ചേച്ചി, 6 മണിക്കാ ബസ്. സരിതയെ നോക്കി പറഞ്ഞുകൊണ്ട് കുട നിവർത്തി. ചെറുതായി പെയ്യുന്ന മഴയിലേക്ക് ഇറങ്ങി. റോഡിന്റെ ഓരം ചേർന്ന് നടന്നു. ബസ് സ്റ്റോപ്പിൽ നിന്നു. ഹോ കൃഷ്ണ, ഇതെന്ത് മഴയാ! വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറി നിന്നു. സമയം കടന്നുപോയി. ഈ ബസ് എന്താ വരാത്തെ? സമയം എത്രയായോ ആവും. പതിയെ അരികിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കി. സമയം എത്രയായി? 6:30. ആ കുട്ടി പറഞ്ഞു. അയ്യോ, ഈ ബസ് എന്താ വരാത്തെ? പേടിയോടെ ശരീരം വിറച്ചു. സൗപർണിക ബസ് പോയോ? വീണ്ടും ചോദിച്ചു. പോയിട്ടില്ല, നല്ല മഴയല്ലേ, വരുമായിരിക്കും. ആശ്വാസത്തോടെ നക്ഷത്ര തലകുലുക്കി. ഇരുട്ട് വീണു തുടങ്ങുമ്പോൾ റോഡ് വിജനമായി. മഴ തോർന്നു. കൃഷ്ണ, അപ്പ എന്നെ കാത്തു നിൽക്കുകയാവും. ഇതെന്താ ഈ സമയത്ത് ഇവിടെ? കൊള്ളാലോ. വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറി വന്ന 2 പേർ. അവൾ മൂക്കത്ത് വിരൽ വെച്ചു. ആരേലും വരാന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരുടെ അസഭ്യ വാക്കുകൾ. നക്ഷത്രയുടെ കണ്ണുകൾ നിറഞ്ഞു.